ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഈ അടുത്ത കഴിഞ്ഞ പെരുന്നാളിന്റെ അന്ന്, വലിയ പെരുന്നാളിന്റെ അന്ന് പലരും എന്നോട് മസ്അല ചോദിച്ചു. എന്താ മസ്അല ചോദിക്കുന്നത്? ഉദ്ഹിയ്യത്തിന്റെ മാംസം നമുക്ക് മുതലാളിമാർക്ക് കൊടുക്കാമോ? ഉദ്ഹിയ്യത്തിന്റെ മാംസം മുതലാളിമാർക്ക് കൊടുക്കാം, പക്ഷേ അതവർക്ക് തിന്നാനേ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റൂല. അവർക്ക് തിന്നാൻ വേണ്ടി വേവിച്ചിട്ടും വേവിക്കാതെയും കൊടുക്കാം, അവർക്ക് തിന്നാം, മറ്റൊരാളെ തീറ്റിക്കാം. അതേ സമയത്ത് ഒരിക്കലും തന്നെ അവർക്ക് വിൽക്കാൻ പറ്റൂല. നേരെ മറിച്ച് പാവപ്പെട്ട ഒരു ഫക്കീറായ മിസ്കീനായ മനുഷ്യനെ നമ്മൾ ഉദ്ഹിയ്യത്തിന്റെ മാംസം കൊടുത്താൽ അയാൾക്കത് വിൽക്കുന്നതിന് വിരോധമില്ല, അത് വിറ്റ് കാശാക്കുന്നതിന് വിരോധമില്ല. ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഉദ്ഹിയ്യത്തറുത്ത വസ്തുവിന്റെ തോല്. ആ തോൽ ഒരിക്കലും തന്നെ ഉദ്ഹിയ്യത്തറുത്തവര് വിൽക്കാൻ പാടില്ല. അത് മദ്രസക്കും പള്ളിക്കും കൊടുക്കാൻ പാടില്ല. അത് പാവപ്പെട്ടവർക്ക് സദഖയായി കൊടുത്തേക്കണം. അല്ല, നിങ്ങൾ തന്നെ അത് ഉറക്കിട്ടിട്ട് നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണോ, അതിന് തെറ്റില്ല. നിങ്ങൾക്കതിൽ നിന്ന് തിന്നാവുന്നത് പോലെ നേർച്ചയല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കത് വിൽക്കാൻ പാടില്ല. എന്നാ ഉസ്താദെ, ഞാനത് വിറ്റിട്ട് അതിന്റെ പൈസ ഞാൻ സാധുക്കൾക്ക് കൊടുത്തു, അതും പാടില്ല. നിനക്ക് വിൽക്കാൻ അധികാരമില്ല. സാധുക്കൾക്ക് കിട്ടിയാൽ അവർക്കത് വിൽക്കാം. എന്നാൽ അത് അറുക്കുന്നവർക്കും തോല് വിളിക്കുന്നവർക്കും അതുപോലെ നുറുക്കുന്നവർക്കൊക്കെ കൂലിയായി കൊടുക്കാമോ? അതും കൊടുക്കാൻ പാടില്ല. അവർക്ക് കൂലി വേറെ കൊടുത്തേക്കണം, ഇത് കൂലിയായും കൊടുക്കാൻ പാടില്ല. ഇത് പാവപ്പെട്ടവർക്ക് ധർമ്മമായി കൊടുത്തേക്കണം.